ഹലോ, തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളത്ത് തന്നെ ഒരു പാടം നിറയെ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. എന്ത് രസമാണെന്നോ കാണാൻ. നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കണ്ടനാട് കർഷക സംഘത്തിൻ്റെ കീഴിലുള്ള സൂര്യകാന്തി കൃഷിയും ജൈവ കൃഷിയും കാണാൻ വേണ്ടിയാണ്. ഞങ്ങൾ വൈകുന്നേരം ഒരു 4 മണിയായപ്പോഴാണ് അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായി. ഇതാണ് അവരുടെ കാർ പാർക്കിംഗ് ഏരിയ. അത്യാവശ്യം നിറച്ച് കാറുകളുണ്ടായി. തിരിച്ചു പോയപ്പോഴേക്കും ആകെ നിറഞ്ഞിരുന്നു. 20 രൂപ ഫീസ് മാത്രമാണ് ഒരാളുടെ എൻട്രി ഫീസ് ഇവിടെ വരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു വലിയ ആട്ടിൻകൂട്ടങ്ങൾ എന്നെ ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വന്നു. നല്ല രസമായിരുന്നു. ഒന്ന് പേടിച്ചുട്ടോ ചാടോ എന്നൊക്കെ. പക്ഷേ അവരുടെ ആൾക്കാർ ബാക്കിലുണ്ടായ കാരണം കുഴപ്പമില്ല. മോനൊരു അത്ഭുതം തന്നെയായിരുന്നു ആടിനെ ഇങ്ങനെ കണ്ടപ്പോൾ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ചൊമ്പച്ചീര കൃഷി കാണാം. നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ ചൊമ്പയും പച്ചയൊക്കെ ആയിട്ട്. മോൻ കാറിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. അവൻ ജസ്റ്റ് ഉണർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവൻ എന്താണ് ഈ സംഭവിക്കണേ, എവിടെയാണ് ഈ വന്നിരിക്കണമെന്ന് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. പോവാറായപ്പോഴാണ് ആളൊന്ന് ഉഷാറായത് തന്നെ. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? വാ, ഒരുമിച്ച് തന്നെ നമ്മൾക്ക് സൂര്യകാന്തി പൂക്കളും കൃഷികളും ഒക്കെ ഒന്ന് കണ്ടുവരാം. ചീരയുടെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ജമന്തിപ്പൂക്കളാണ്. 2 സൈഡിലും ഇങ്ങനെ ജമന്തിപ്പൂക്കൾ നോക്കി നിൽക്കണ തന്നെ നല്ല രസമാട്ടോ. നമ്മൾക്ക് സാധാരണ നമ്മൾ പൊള്ളാച്ചി അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ ജമന്തിയുടെ കൃഷികളൊക്കെ പൊതുവേ കാണാറ്. എന്നാലും നമ്മളുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ജമന്തിയുടെ കൃഷി ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത സന്തോഷമാണ്. നല്ല ഓറഞ്ചായിട്ട് നല്ല വലിയ വലിയ പൂക്കൾ, നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ റൈറ്റ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് വെള്ളരിയുടെ കൃഷിയാണ്. അത് ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. ആകെ മഴയൊക്കെ പെയ്തിട്ട് ആകെ കളകൾ നിറഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് കയറാനോ നോക്കാനോ ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് വരുന്നത് പയറിൻ്റെ സെക്ഷനാണ്. പച്ചപ്പയറും നാടൻ പയറും ഒക്കെ ഉണ്ട് ഇവിടെ. അതും ഇതുപോലെ ഓൾമോസ്റ്റ് നല്ല പോലെ ആയിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നും പോകാൻ നമ്മളെ വഴിയുണ്ട്, നമ്മൾക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല. ഒന്നും കേടാക്കാതിരുന്നാൽ മതി. പക്ഷേ അങ്ങനെ അങ്ങോട്ട് പോയില്ല. എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. ആകെ കളകൾ നിറഞ്ഞ് കിടക്കുകയായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ ഇറങ്ങാൻ തന്നെ ഒരു പേടിയാവും. എന്നാലും എല്ലാത്തിനും നല്ല മനോഹരമായിട്ട് തന്നെ പയറുകളൊക്കെ ആയി. അത് വിളവെടുപ്പിൻ്റെ സമയമായിട്ടുണ്ട്. എല്ലാവരും നിറച്ചും ഇങ്ങനെ ആയി കിടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മെയിൻ തോട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. എൻ്റെ പൊന്നെ, കയറുമ്പോൾ തന്നെ ആ കൺകുളിർക്കുള്ള കാഴ്ച. എവിടെ നോക്കിയാലും പടവലം. പിന്നെ ഈ പച്ചക്കളറ് റൗണ്ടിലെ എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു മത്തനാണോ എന്നൊരു ഡൗട്ടുണ്ട്. പല വെറൈറ്റീസ് അവിടെ വിൽക്കാനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനും. നമ്മളിങ്ങനെ നമ്മളുടെ കണ്ണെത്താ ദൂരത്ത് വരെ ഇങ്ങനെ പടവലവും മത്തങ്ങയും ഒക്കെ ഇങ്ങനെ ഞാണ്ട് കിടക്കാം. പടവലമാണ് മെയിനായിട്ടുള്ള കൃഷി ഇവിടെ നടത്തുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചിലയിടത്ത് പീച്ചിങ്ങ കാണുന്നുണ്ട്, പാവയ്ക്ക കാണുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് ഈ പടവലമാണ്. അതൊന്ന് കണ്ടു തന്നെ നോക്കണം. നമ്മൾക്ക് ഇങ്ങനെ നടന്ന് നീളെ നമുക്ക് അതിൽ ഇടയിൽ കൂടെയൊക്കെ നടന്നൊക്കെ പോയി ഒക്കെ എടുക്കാം. കണ്ടമാനം റീൽസ് എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാവരും നല്ലപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരാകെ ഒരു ഇത് പറയണമെന്ന് വെച്ചാൽ കേടാക്കരുത്, പൊട്ടിക്കരുത്, അങ്ങനെ നശിപ്പിക്കരുത്. കുട്ടികളൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവർ കുറേ ബുദ്ധിമുട്ടിയല്ലേ ഇതുപോലെയൊക്കെ ആക്കണത്. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. നമുക്കത് കാണുമ്പോൾ നമ്മളുടെ വീട്ടിലൊന്നും നമുക്ക് ഇത്രയും ചെറിയൊരു, ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് പച്ചക്കറി കൃഷി, ചെറിയ അടുക്കള കൃഷി, എന്നാൽ ഇത്രയും ഇല്ലല്ലോ. ഇത് കാണുമ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് കൃഷി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ടുട്ടുമോനും കുറേ അതിൻ്റെ ഉള്ളിൽ ഓടിയ കളിച്ചു. അവനും അതെ, ഇതൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം പോലെയാണ്. അവൻ വീട്ടിൽ കാണുന്നതാണല്ലോ ഇങ്ങനെ കുറച്ചൊക്കെ. നമുക്ക് കൃഷി എല്ലാവരും ഒന്ന് നോക്കിക്കണ്ട് വരാം.
അവിടുത്തെ നോക്കുമ്പോ ഫുള്ള് പടവലാണ്. എന്ത് രസാണെന്ന് അറിയോ കാണാൻ. കണ്ടിട്ട് മനസ്സിന് ഭയങ്കര സന്തോഷമാവണത്. കൈപ്പക്കൊക്കെ ഉണ്ട് കാണിച്ചെന്ന്. ഇടയ്ക്കിടയ്ക്ക് ചില ഇതില് കൈപ്പക്കാണല്ലേ വേറെ എന്തൊക്കെയാണോ ഗൈസ്. എന്റെ അമ്മയ്ക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് പ്രാന്തായിരിക്കുന്നു ഗൈസ്. അതെ, അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് സത്യം എനിക്കൊരു ഭ്രാന്ത് വന്ന പോലെ തന്നെയായിരുന്നു. ഇത് കാണുമ്പോൾ ഉള്ള സന്തോഷം അത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് അറിയില്ല. അത് ശരിക്കും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്ത ഞങ്ങളുടെ കാര്യം വല്ലാത്തൊരു ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞു പറ്റുമെന്നുണ്ട്, നമ്മുടെ കൊച്ചിയിൽ തന്നെ അല്ലേ, വരാം, അത്ര വലിയ ദൂരമൊന്നുമില്ല. കണ്ടനാടാണ്, വരാൻ പറ്റുന്നവരൊക്കെ വന്നിട്ട് ഇതൊന്ന് എക്സ്പ്ലോർ തന്നെ ചെയ്യാം. നല്ല രസമാണ് കാണാൻ. പടവലം കഴിഞ്ഞിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഫുള്ള് വെണ്ടയ്ക്ക കൃഷിയാണ്. അതിങ്ങനെ ആയി വരുന്നുള്ളൂ. അതിൽ ചെറിയ ചെറിയ പൂക്കളും ഫുള്ള് വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. നമ്മൾ അതും ഇങ്ങനെ നോക്കത്താ ദൂരം വരെയും വെണ്ട കൃഷി തന്നെ ഇങ്ങനെ ആയി. നല്ല രസമുണ്ട് അത് കാണാനും. ഇതിൻ്റെ സൈഡിൽ കൃഷിയിൽ ഇവർ ഉണ്ടാക്കിയത് തന്നെ ഓർഗാനിക്കായിട്ടുള്ള വിളവെടുപ്പ് നടന്ന എല്ലാനും അവരവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾക്കത് വാങ്ങുകയും ചെയ്യാം. അങ്ങനെ കൃഷി കഴിയുമ്പോഴാണ് നമ്മളുടെ സൂര്യകാന്തി തോട്ടം വരുന്നത്. സൂര്യകാന്തി തോട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ നല്ല രസമാണ് കാണാൻ. ഫുള്ള് കുറേയൊക്കെ ഓൾമോസ്റ്റ് മിക്ക സൂര്യകാന്തികളും നല്ല വലിയതായിട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായി, നല്ല വളർച്ചയായിട്ടുണ്ടായി. അവർ പറയുണ്ടായിരുന്നു അത് പൊട്ടിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത്. വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു. എന്ത് രസമാണെന്നറിയോ, അതിൽ കയറാനും റീൽസ് എടുക്കാനൊക്കെ കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു. അവരാകെ പറയണമെന്ന് വെച്ചാൽ പൂക്കൾ പറിക്കാൻ പാടില്ല, പിന്നെ റീൽസും ഒക്കെ എടുക്കാം, ഒരു കുഴപ്പമില്ല, പക്ഷേ നശിപ്പിക്കാനോ പറിക്കാനോ ഒന്നും പാടില്ല അവർ. പക്ഷേ എന്നാലും നമ്മൾ നോക്കുമ്പോൾ കാണാം എല്ലാവരും ഇങ്ങനെ ഒടിഞ്ഞു നുറുങ്ങിയ ആൾക്കാർ ചവിട്ടി. സങ്കടം തോന്നും കേട്ടോ കാണുമ്പോൾ. നമ്മൾ ഓരോരുത്തർ വരുമ്പോൾ ആ പ്രോപ്പർട്ടി ഒന്ന് ശ്രദ്ധിക്കണ്ടേ അങ്ങനെ. പക്ഷേ ആൾക്കാർക്ക് അങ്ങനെ ശ്രദ്ധിക്കാനും പറ്റണില്ല, അത്രയും ആൾക്കാരുള്ള കാരണം. പ്രത്യേകിച്ച് കുട്ടികൾ, ഓടി നടക്കണ കുട്ടികളാണെന്ന് തോന്നണു അങ്ങനെയൊക്കെ ചെയ്യണത്. അതൊക്കെ കഷ്ടം തന്നെയാണ്. അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. മിക്ക സൂര്യകാന്തിയിലും തേൻ കുടിക്കാൻ വേണ്ടി കടന്നൽ വന്നൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടായി. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുറേ സൂര്യകാന്തിയൊക്കെ നല്ലപോലെ വളർന്ന് അതിൽ ശരിക്കും അതിൻ്റെ വിത്ത് നല്ല ഇതായിട്ടുണ്ടായി. കുറച്ച് വിത്തുകൾ ഞങ്ങളും എടുത്തിട്ടുണ്ട് അതിൽ നിന്ന്. നമുക്ക് നോക്കാം നമ്മളുടെ വീട്ടിലാവണുണ്ടോ എന്നുള്ളത്. മോന് കണ്ടിട്ട് വല്ലാത്തൊരു എന്താണ് ഇതെന്നുള്ളത് വല്ലാത്തൊരു ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾ അധികം അവനെ അതിൻ്റെ ഉള്ളിൽ ഇറക്കിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുഞ്ഞു കുഞ്ഞു മുള്ളു പോലത്തെ ഇലയായാലും ഇതിൻ്റെ തണ്ടായാലും ഫുള്ള് ഇങ്ങനെ മുള്ളാണ്. അപ്പോൾ നമ്മൾക്ക് തന്നെ ഇങ്ങനെ തൊടുമയൊക്കെ മേത്ത് നല്ലപോലെ ഇങ്ങനെ ചൊറിയും. അപ്പോൾ അതൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം. എന്നാലും നമ്മളുടെ കൊച്ചിയിൽ തന്നെ സൂര്യകാന്തി പാടം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയാൽ അത്യാവശ്യം എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാം. കൃഷി ഇഷ്ടമുണ്ടെങ്കിൽ അതും പോയി കാണാം. ഞങ്ങൾക്ക് വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു അത് കണ്ടപ്പോൾ. ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ. 20 രൂപയല്ലേ ഉള്ളൂ, നമ്മൾ പിന്നെ അവിടെ എത്തണ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്ത് വരാം.
ആൾക്കാരൊക്കെ റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ആർമാദിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് നല്ല പോലെ മഴക്കാറാവുന്നുണ്ട്. അവിടെ സൈഡിൽ ഒരു വലിയ പാടമുണ്ട്. മഴ എങ്ങാനും പെയ്യാൻ തുടങ്ങിയാൽ നമ്മൾക്ക് ഒരു രക്ഷയില്ല, കയറി നിൽക്കാനോ ഒരു ഷെഡോ ഒന്നുമില്ല. നനയാന്ന് പറഞ്ഞാൽ നനയും. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി ഞങ്ങൾ സ്ഥലം വിടാമെന്ന് വെച്ചു. പോണ വഴിക്ക് ഒന്ന് അവനെ ജമന്തിത്തോട്ടത്തിൽ ഒന്ന് നിർത്തി. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ജമന്തിത്തോട്ടത്തിലും ഞങ്ങളൊന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വേഗം ഞങ്ങൾ പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ട്രാക്ടർ കിടക്കണ കണ്ടത്. അതൊരു നല്ലൊരു സ്പോട്ടിൽ തന്നെയായിരുന്നു. എല്ലാ കുട്ടികളും മുതിർന്നവരും എല്ലാം ഇരുന്ന് അതിന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടായി. അപ്പോൾ ഞങ്ങളും രണ്ടുപേരെ ഇരുത്തി കുറച്ച് നേരം അവരും അവിടെ കളിക്കട്ടെ. മോനും ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ വണ്ടികൾ നിർത്തിയതൊക്കെ അതിൽ കയറിയിരിക്കാനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനും ഒന്ന് ഉഷാറാവട്ടെ എന്നും വെച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് അവസാനം അവൻ അതിൽ നിന്ന് പൊക്കിയെടുക്കാനായിരുന്നു പാട്. എന്നാലും കുട്ടികളും എൻജോയ് ചെയ്യണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകാശം ആകെ ഇരുണ്ടു, നല്ല മഴക്കാറായി. ഞങ്ങൾ പയ്യെ വേഗം ഞങ്ങൾ സ്ഥലം വിട്ടു. ടാറ്റ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പോയി കാണുക. ഞങ്ങൾ അവിടെ പോയപ്പോഴേക്കും കാറിലിരുന്നുള്ളൂ, പെരും മഴയായി. ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ അവിടെ പോയപ്പോൾ തന്നെ കുറേ ബുദ്ധിമുട്ടി. വീക്കെൻഡ് ആയ കാരണം പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. നല്ല തിരക്കുമായിരുന്നു. എന്നാലും വെർത്താണ്. എല്ലാവരും പോവുക, എൻജോയ് ചെയ്യുക. താങ്ക്